ഉലമാ മശായിഖിനോട് കൂടി ജീവിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നല്ല നല്ല വാക്കുകളൊക്കെ ചിലപ്പോൾ പറയൂലേ? അത് അവരുടെ ഒരു നന്മയാണ്. ഉലമാ ആ വഴിയിൽ നിന്ന് പോയാലോ കഴിഞ്ഞ് പിന്നെന്താണ് ആ വഴിയിലുള്ളത്? നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേറെ എങ്ങോട്ട് ഉദാഹരണം പോണ്ട. പരിശുദ്ധ ഖുർആനിൽ ബൽആമിന്റെ കഥ പറയുന്നുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. ബൽആം ആരാ കണ്ടോ? ഇമാം മസാലി തങ്ങൾ പറയാ കാന ബൽആം മിനൽ ഉലമാ. ബൽആം ഇബ്നു ബഊർ അന്ന് വലിയ പണ്ഡിതനായിരുന്നു. അയാൾ ബിഹൈസു ഇദാ നദറ റഅൽ അർശ്. അപ്പൊ എന്തായാലും ഇപ്പത്തെ മുശാവറിനെ കാട്ടി ഉഷാറല്ലേ? ഇദാ നദറ ബൽആം ഇബ്നു ബഊർ ഇങ്ങനെ നോക്കിയാൽ റഅൽ അർശ്, അയാൾ അർശ് തന്നെ കാണും, മർക്കസ് കാണുന്നല്ല. അപ്പൊ അത്രയും വലിയ പവർ അയാൾക്കുണ്ട്. മാത്രമല്ല മഹാനവറുകൾ പറയുന്നുണ്ട്, ഇമാം മസാലി തങ്ങൾ വലിയ വലിയ സ്ഥാനപ്പേരുകൾ ബൽആമിന് വെച്ചുകൊടുത്തിരുന്നു. ഒക്കെയുള്ള അവസ്ഥ അല്ലാഹ് തന്നെ അത് പറയുന്നു. വതുലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത ആ ആളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കൂ നബിയേ. ബൽആമിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹ് തന്നെ പറയാണ് നമ്മൾ ആയാത്തുകൾ കൊടുത്തിരുന്നു, ദൃഷ്ടാന്തങ്ങൾ. ഫൻസലഖ മിൻഹ, പിന്നെ അയാൾ അതിൽ നിന്ന് ഊരിപ്പോയി. അയാൾ പോയതാ. ആദ്യമുള്ള നിലപാടെന്താ? മൂസാ നബിന്റെ സ്വന്തം ആളായിരുന്നു മൂപ്പര്. മൂസാ നബിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്തോണ്ടാണ് ബൽആമിന് ഈ സ്ഥാനമൊക്കെ കിട്ടിയതും. പിന്നെ കുറച്ച് മൂസാ നബിന്റെ എതിരാളികൾ വന്ന് ചാക്ക് കണക്കിന് പൊന്ന് മുന്നിലിട്ട് കൊടുത്തു. ഇന്ന് അക്കൗണ്ടിലിട്ട് കൊടുക്കലേക്കാര, അന്നിങ്ങനെ പൊന്നു കൊണ്ട് മുന്നിൽ കൊണ്ടുവല്ല. എന്നിട്ട് പറഞ്ഞു ഈ സ്വർണമൊക്കെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്ത് ദ്വാരുന്നാലും ഉത്തരം കിട്ടുമല്ലോ, മൂസാ നബിക്കെതിരിൽ ഒന്ന് ദ്വാരിക്കണം. ബൽആം ചിന്തിക്കേണ്ടിയിരുന്നു, എന്തിനെങ്കിലും ഒരു ഫലം ഉണ്ടെങ്കിൽ അത് മൂസാ നബിന്റെ പവറാണ്. ബൽആം ആദ്യമൊക്കെ മടിച്ചെങ്കിലും പണം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ അയാൾ മൂസാ നബിക്ക് അലൈഹിസ്സലാമിനെതിരെ ദ്വാരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനൊന്നും സംഭവിക്കാനില്ല. പക്ഷേ അയാൾക്കത് തിരിച്ചടിക്കുകയാണ്. അയാൾ പിശാചിന്റെ അനുകൂലികളിൽ പെട്ടുപോയി. ഫകാന മിനൽ ഗാവീൻ, അയാൾ വഴിപഴിച്ചു പോയി. ഫമസലുഹു കമസലിൽ കൽബ്, അയാളുടെ ഉപമ നായയെ പോലെയാണ് എന്നിങ്ങനെ വിശദീകരിച്ച് ഇമാം മസാലി തങ്ങൾ ഇഹ്യയിൽ എഴുതുകയാണ്. ഫകദാലിക്കൽ ആലിമുൽ ഫാജിർ, ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലുള്ള തമ്മാടിയായ പണ്ഡിതൻ. അയാൾക്കൊരുപാട് മഹത്വങ്ങൾ കിട്ടി. പക്ഷേ ആ മഹത്വങ്ങളെ നിലനിർത്തുന്നതിൽ അയാൾ പരാജയപ്പെടുത്തപ്പെട്ടപ്പോ ഫകാന മിനൽ ഗാവീൻ, അയാൾ നശിച്ചവരിൽ ചേർന്നുപോയി. അപ്പൊ മുമ്പ് എല്ലാ കാലത്തും ആ കദമിലുള്ളവർ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ നല്ല സുഖമാണ്. മുമ്പ് പറഞ്ഞതൊക്കെ എടുക്കുക പറഞ്ഞാല് കള്ളുടിക്കാൻ പറ്റുന്നാവില്ലപ്പോ. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് കള്ളിനെ സംബന്ധിച്ച് ചോദിച്ചല്ലോ, യസ്അലൂനക അനിൽ ഖംർ, കള്ളിനെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കും. അപ്പൊ എന്താ അല്ലാഹ് പറഞ്ഞ്? ഫീഹി മനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട് അതില്. എന്നാ പിന്നെ ഒന്ന് കുടിയൊടുങ്ങിക്കൂടെ? അത് പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് കാലത്ത് കള്ളിനെ കുറിച്ച്. അത് പറ്റൂല. ആ അല്ലാഹ് എന്ത് ചെയ്തു? അതിനൊഴിവാക്കി. രണ്ടാമത് പറഞ്ഞത് നിസ്കരിക്കാൻ വരുമ്പോ കള്ളു കുടിക്കരുത്. ലാ തഖറബു സ്വലാ വ അൻതും സുഖാറാ. അവൻ പറയുവാണെങ്കിൽ കേട്ടോ, കള്ളു കുടിക്കല് നിസ്കരിക്കാൻ പോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആയത്തിൽ പതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഘട്ടം വന്നു, ഇന്നമൽ ഖംറു വൽ മൈസിർ, എണ്ണീട്ട് മുഴുവനും പിശാചിൻ്റെതാണ്. ഫജ്തനിബൂ, ഒഴിവാക്കിയേക്കണം. അപ്പൊ ആദ്യ ഉപകാരം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാലത്ത് മടവൂർ ശൈഖുനയിൽ നിന്നൊരു നല്ല വർത്താനം കിട്ടി. വടകര മുഹമ്മദ് ഹാജി തങ്ങളുപ്പാപ്പയിൽ നിന്ന് നല്ല ഒരു പെരുമാറ്റമോ ബഹുമാനമോ ആദരവോ കിട്ടി. അത് അവരെ നന്മയാണ്. മടവൂരി ശൈഖുന അല്ലെങ്കിൽ വടകര ഓറ്
അവരൊന്നും ഇല്ലാതായി പോകുന്നില്ല. അവരിപ്പോഴും ഇവിടെ ഉണ്ട്. അവര് ഹയാത്തുള്ളവരാണ്. അവരെ കദമിൽ ആളുകളുണ്ട്. അവരത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഗതി അറിയണമെങ്കിൽ ആ കദമിലുള്ള ആളുകൾ ആ പറഞ്ഞത് ശരിവെച്ചു കൊണ്ടുപോകണം. ഈ ആളവിടെ നിന്ന് മാറി മശായിഖന്മാരെ തെറി പറയാൻ തുടങ്ങി, പറയുന്നവർക്ക് അനുകൂലം നിൽക്കാൻ തുടങ്ങി, ഔലിയാക്കളെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഈ പണിയൊക്കെ ചെയ്താൽ നേരത്തെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇന്നുള്ള മശായിഖ് എന്താ പറഞ്ഞത് എന്നാ നോക്കേണ്ടത്. ഖാത്തിബുൽ വഹി എന്ന് പേരുള്ള ആളെക്കുറിച്ചാണ് ഹബീബായ തങ്ങൾ പിന്നീട് പറഞ്ഞത്. എന്ത്? ഖാത്തിബുൽ വഹി എന്ന് പറഞ്ഞ വലിയ സ്ഥാനല്ലേ, വഹി എഴുതുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ സംബന്ധിച്ചു പറഞ്ഞു, ഭൂമി വരെ അയാളുടെ ഡെഡ് ബോഡി സ്വീകരിക്കുകയില്ല. ഖബറിലേക്ക് വെച്ചിട്ട് കാത്തിബുൽ വഹിയ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആള് മുർത്തദ്ദായി പോയില്ലേ. അപ്പൊ നമ്മൾ മാറിയാൽ, അപ്പൊ ചിലർ ചോദിക്കും, അങ്ങനെ മാറുന്ന ആളുകൾ ആ തസ്തികയിൽ ഇടുകയെന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയാണ്. മാറാതെ കാത്തിബുൽ വഹിയ ആള് പിന്നെ ഒരു കാലത്തും തെറ്റിപ്പോകരുത് എന്നുണ്ടെങ്കിൽ അയാളെ കാത്തിബാക്കുമോ? നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു, അല്ലെ അൻവരി ഉസ്താദിനോട്, തൊഴീർ ഉസ്താദിനോട് പറഞ്ഞ റൂട്ടിൽ പറയൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ തോന്നിയത് പറഞ്ഞാൽ പിന്നെ അത് ഓര് പറഞ്ഞിട്ട് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ല, എന്താ അർത്ഥമുള്ളത്? അതൊക്കെ ഏത് കുട്ടിക്കും തിരിയും. അംറു ഇബ്നു ഉബൈദ് അയാള് പിന്നെ മുഅ്തസില നേതാവാണ്. ഹസനുൽ ബസരി എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞോളൂ, സയ്യിദുന ഹസനുൽ ബസരി ആണ്. ഹസനുൽ ബസരി തങ്ങളുടെ അടുത്ത ശിഷ്യനായിരുന്നു അംറു ഇബ്നു ഉബൈദ്. അയാളെ കുറിച്ച് ഹസനുൽ ബസരി തങ്ങൾ പറയാ, ഹാദാ സയ്യിദു ശബാബിൽ ഖുറാ, ഇത് യുവാക്കളായ ഉസ്താദുമാരുടെ പ്രഭാഷകരുടെ നേതാവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല വറവൊക്കെ ഉള്ള ആളായിരുന്നല്ല അയാൾ. കാന മിൻ അഹ്ലിൽ വറഇ വൽ ഇബാദ ഇലാ അൻ അഹ്ദത മാ അഹ്ദസ് വഅതസല മജ്ലിസൽ ഹസൻ. ഹസനുൽ ബസരി തങ്ങളിൽ നിന്ന് വിഘടിച്ചു പോയി. അപ്പൊ പിന്നെ ഒരാൾ മുഅ്തസില നേതാവായി മൂപ്പരിങ്ങനെ നടക്കുമ്പോൾ ഇയാളെ കുറിച്ച് പണ്ട് ഹസനുൽ ബസരി തങ്ങള് ഹാദാ സയ്യിദു ശബാബിൽ ഖുറാ എന്ന് മഹത്വം പറഞ്ഞ ആളാണ് എന്ന് എഴുതിയിട്ടും കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല, ആള് പോയി. അപ്പൊ അത് ശ്രദ്ധിക്കണം. നമ്മളെക്കുറിച്ച് മശായിഖുമാർ ഏതെങ്കിലും ഒരു നല്ല ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് ആ അവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാ ബാധകം. അതിന് പോയിട്ട് നിങ്ങളെല്ലാ തോന്നിയാസും ചെയ്യുക, എന്നിട്ട് അന്ന് അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിറഞ്ഞു നിൽക്കുക.